एनडीए सोच गए भगवान अयप्पा के प्रति पूरे देश के लोगों की, हम सबकी अगाध आस्था है। लेकिन एलडीएफ सरकार ने सबरीमला मंदिर की परंपराओं को नुकसान पहुंचाने में कोई कसर नहीं छोड़ी है। अब यहां गोल्ड के चोरी होने की खबरें आ रही है। मंदिर में से, भगवान के पास से गोल्ड की चोरी, सोने की चोरी। मैं एक बात स्पष्ट कहना चाहता हूं, यहां बीजेपी सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी। और ये मोदी की गारंटी है। പ്രിയപ്പെട്ടവരെ, രാജ്യം മുഴുവൻ മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഭഗവാൻ അയ്യപ്പനോട് ഈ രാജ്യം മുഴുവൻ അഗാധമായ ഭക്തിയും വിശ്വാസവുമാണുള്ളത്. എന്നാൽ ശബരിമലയുടെ മഹത്തായ പാരമ്പര്യത്തെ, വിശ്വാസത്തെ തകർക്കാൻ കിട്ടിയ ഒരവസരവും പാഴാക്കാത്തവരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ. ഇപ്പോൾ ശബരിമലയിൽ നിന്നും സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പുറത്തു വരികയാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കും. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഉണ്ടായാൽ മുഴുവൻ ആരോപണങ്ങളെക്കുറിച്ചും നാം അന്വേഷണം നടത്തും. ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ വാസമി മുതൽ ജയിലിലാകുമെന്ന കാര്യവും ഞാൻ ഉറപ്പു പറയുകയാണ്. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. एनडीए सुहृदगणे, मैं आपको कांग्रेस से भी सावधान करने आया हूं। कांग्रेस के पास विकास का कोई एजेंडा नहीं है। कांग्रेस आज माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युनल हो गई है। इसलिए देश में आज कांग्रेस को एमएमसी यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है। इसलिए आपको कांग्रेस से भी बहुत सतर्क रहना है। ये मुस्लिम लीगी माओवादी कांग्रेस के लोग केरला को अपनी लैब बना रहे हैं। कांग्रेस यहां केरला में भी कट्टरपंथियों को बढ़ावा दे रही है। ज्ञान, विज्ञान, आध्यात्म, आस्था, इसकी इस पवित्र धरती को कांग्रेस के मुस्लिम लीगी एजेंडे से हमें मिलकर के इस पवित्र भूमि को बचाना है. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് കോൺഗ്രസിന്റെ കയ്യിൽ വികസനത്തിനുള്ള ഒരു പദ്ധതിയുമില്ല. രാജ്യത്തെ കോൺഗ്രസ് എന്നുള്ളത് മാവോയിസ്റ്റുകളെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകളായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഇന്ന് എംഎംസി കോൺഗ്രസ് എന്നായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ് ഇന്ന് രാജ്യത്തെ കോൺഗ്രസ് അറിയപ്പെടുന്നത്. നിങ്ങൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വളരെയധികം സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് കേരളത്തെ ഇന്ന് അവരുടെ വർഗീയ പരീക്ഷണങ്ങളുടെ പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിലും കോൺഗ്രസ് വിഘടനവാദികളെ പിന്തുണയ്ക്കുകയാണ്. അറിവിന്റെ, ശാസ്ത്ര അവബോധത്തിന്റെ, ആധ്യാത്മികതയുടെ, വിശ്വാസത്തിന്റെ ഒക്കെ നാടായ നമ്മുടെ പവിത്രമായ കേരളത്തെ ഈ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗ് അജണ്ടയിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് മുക്തരാക്കണം. കേരളത്തെ നമുക്ക് ഒരുമിച്ച് രക്ഷിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.